മന്ന കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോജി ജാക്കബ് ഫ്രം തൃശ്ശൂർ ജില്ലയിലെ ചേരുംകുഴി കേട്ടോ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 15-16 കിലോമീറ്റർ ദൂരമുണ്ട്. ബസ്സിനൊക്കെ വരികയാണെങ്കിൽ ഡയറക്റ്റ് ചേരുംകുഴിക്ക് ബസ്സുണ്ട്. തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ചേരുംകുഴിക്കുള്ള ബസ് കിട്ടുന്നത്. കാരണം തൃശ്ശൂർ 2-3 സ്റ്റാൻഡുണ്ട്, അതുകൊണ്ടാണ് ശക്തൻ ബസ് സ്റ്റാൻഡ് എന്ന് എടുത്തു പറഞ്ഞത്. പിന്നെ നിങ്ങൾ സ്വന്തം വാഹനങ്ങളൊക്കെ വരികയാണെങ്കിൽ ചേരുംകുഴി മന്ന കളക്ഷൻസ് ചേരുംകുഴി എന്ന് അടിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഗൂഗിൾ മാപ്പ് പോകുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ എത്താൻ പറ്റും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ലൊക്കേഷൻ അയച്ചു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽ പറഞ്ഞാൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മെയ് 1 വ്യാഴാഴ്ച, മെയ് 1 തൊഴിലാളി ദിനം വ്യാഴാഴ്ച നമ്മുടെ ഷോപ്പ് അവധിയാണ് കേട്ടോ. മെയ് 1 ശ്രദ്ധിച്ചോണം. മെയ് 1 വ്യാഴാഴ്ച, അധികം ദിവസമില്ല. ഒന്ന് തൊഴിലാളി ദിനം മാത്രമല്ല, നമ്മുടെ എൻ്റെ ഇടവകപ്പള്ളി ചേരുംകുഴിയിലെ പള്ളി പെരുന്നാളാണ് കേട്ടോ. എൻ്റെ ഇടവകയിലെ പെരുന്നാളാണ്, അതാണ് മെയിനായിട്ട് അവധി പറഞ്ഞത്. അതുകൊണ്ട് മെയ് 1 വ്യാഴാഴ്ച ആരും ഇവിടെ വരരുത് കേട്ടോ. മുടക്കായിരിക്കും, ഉണ്ടാവില്ല പെരുന്നാളായതുകൊണ്ട്. പെരുന്നാളിന് നിങ്ങൾക്ക് വരാം കേട്ടോ. എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഷോപ്പിലേക്ക് വരരുത്, ഷോപ്പ് തുറക്കില്ലെന്ന് കേട്ടോ. ഓക്കെ, പിന്നെ അതിൻ്റെ തലേദിവസം 30 കുറച്ച് 7 മണി എന്നുള്ള ടൈം, നമ്മുടെ സാധാരണ ടൈം 9 മണി മുതൽ രാവിലെ 9 മുതൽ വൈകിട്ട് 7 മണിയാണ്. തലേദിവസം 30 കുറച്ചൊരു 3/4 മണിക്കൂറൊക്കെ നേരത്തെ അടയ്ക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കണക്കാക്കി വന്നോണം കേട്ടോ. 7 മണിയിൽ നിന്ന് കറക്റ്റ് ആക്കി വരരുത്, ചിലപ്പോൾ നേരത്തെ അടയ്ക്കും. 1/2 മണിക്കൂറെങ്കിലും നേരത്തെ അടയ്ക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബിന്ദു ബബിളാണ് കേട്ടോ. ബിന്ദു ബബിൾ നമ്മൾ കുറേ കൊണ്ടുവന്നിട്ടുള്ള, ഇപ്പോഴും എല്ലാ കസ്റ്റമേഴ്സും കിട്ടിയില്ല. വീണ്ടും അത് റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കളേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇത് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. കാരണം കുറേ പേര് ചോദിച്ച് ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു. ഇതാ ഫസ്റ്റ് കാണിക്കുന്നത് മെറൂൺ ആട്ടോ. മെറൂൺ, റെഡ് അല്ല. വീഡിയോയിൽ റെഡായിട്ട് നിങ്ങൾക്ക് തോന്നാം, എല്ലാ കളറും. പിന്നെ വീഡിയോയിൽ നമ്മൾ 100% എൻ്റെ ഈ ഫോണായാലും നിങ്ങളുടെ ഫോണായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ക്യാമറ 100% അല്ല, കളർ വേരിയേഷൻ വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. മെറൂൺ ചിലപ്പോൾ ഒരു ബ്രൈറ്റ് ആയിട്ട് റെഡ് പോലെയൊക്കെ തോന്നാം. മെറൂൺ കളറാണ് കേട്ടോ. ഇതിൻ്റെ വിട്ട് വരുന്നത് 56-58 ഇഞ്ച് വിട്ടാണ് വരുന്നത്. റേറ്റ് വരുന്നത് പെർ മീറ്ററിന് 100 രൂപ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 100 രൂപ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചത് ഫുൾ ബണ്ടിൽ എടുക്കണോ, ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് 1 മീറ്റർ മുതൽ എത്ര മീറ്റർ ആയാലും കട്ട് ചെയ്ത് കിട്ടും. ഇപ്പോൾ സാധാരണ ഒരു ടോപ്പൊക്കെ അടിക്കണമെങ്കിൽ നമുക്കൊരു 1.5 മീറ്റർ 1.25 മീറ്റർ ഒക്കെ മതിയാവും കേട്ടോ. 1.5 to 1.25 സാധാ ടോപ്പ് അടിക്കണേ ഒരു സാധാരണ ആൾക്കാർക്ക് മതിയാവും. കാരണം ഇതിൽ ഇത്രയും വിട്ടുണ്ട്, 56-58 ഇഞ്ച് വിട്ടുണ്ട്. കണ്ടോ, ബബിൾ ഫാബ്രിക്, ബിന്ദു ബബിൾ എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം അത് ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അത്ര ഇതായിട്ട് അറിയില്ല. ഇങ്ങനെ ചെറിയ ബബിൾ പോലെ ഇങ്ങനെ ഒരു പ്രത്യേക സോഫ്റ്റ് ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റായിട്ട് ഒഴുകി കിടക്കും. ഹാർഡൊന്നും അല്ല, സ്റ്റിഫായിട്ട് നിൽക്കത്തില്ല കേട്ടോ. ഇതിന് പിന്നെ ലൈനിങ് ഒന്നും ആവശ്യമില്ല, ട്രാൻസ്പെറൻ്റ് അല്ല. 100 രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്ററിന്. ഇതാ, അപ്പോൾ ഇതിൽ എല്ലാ കളറും നമ്മൾ നിവർത്തി കാണിക്കില്ല. ഒരെണ്ണം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിവർത്തി കാണിച്ചതാണ്. ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. 58 ഇഞ്ച് വീതി, 56-58 ഇഞ്ചാണ് വീതി വരുന്നത്. റേറ്റ് 100 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി കളേഴ്സ് കൂടി കാണിക്കാം. നിങ്ങളിത് ഓർഡർ ചെയ്യേണ്ടതെന്നു ചോദിച്ചാൽ ഓൾ ഇന്ത്യ എല്ലായിടത്തും ഡെലിവറി ഉണ്ട്. ഇന്ത്യൻ പോസ്റ്റ് DTDC വഴിയാണ് കേട്ടോ. കേരളത്തിലേക്കാണ് DTDC 1 കിലോയ്ക്ക് 50 രൂപ. ഇന്ത്യൻ പോസ്റ്റ് ആണ് 1 കിലോയ്ക്ക് 60 രൂപ. ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയക്കാൻ പറ്റും കേട്ടോ. കിലോക്കാണ് ഇത്. നമുക്കൊരു 6-7 മീറ്റർ ഒക്കെ ആകുമ്പോൾ 1 കിലോ ആവും കേട്ടോ. അത്ര കാരണം വീതിയുള്ള കുറച്ച് ഹെവി ബബിൾ ഫാബ്രിക്കാണ് കേട്ടോ. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കനം കുറഞ്ഞ ബബിളല്ല, നല്ല ഹെവി ഫാബ്രിക്കാണ്. ഓക്കെ, ഇതിൻ്റെ അടുത്ത കളറ് ആദ്യം നമ്മൾ മെറൂൺ കാണിച്ചു. അടുത്ത വരുന്നത് ഒരു വയലറ്റ് കളറായിട്ട് വരും കേട്ടോ. ഏകദേശം ഒരു വയലറ്റ് ആണ്, വയലറ്റ് മിക്സ് ആയി വരുന്ന ഒരു കളറാണ് കേട്ടോ. ഓക്കെ, ഫോട്ടോസ് അയച്ചു തരാം. ഫോട്ടോയിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അടുത്തൊരു പീക്കോക്ക് കളറാണ് വരുന്നത്. പീക്കോക്ക് ഉണ്ടോ? ഓക്കെ, അടുത്ത വരുന്നത് ബോട്ടിൽ ഗ്രീൻ. എല്ലാം ബിന്ദു ബബിൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിന്ദു ബബിൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും മിക്സ് ചെയ്ത് കാണിക്കുന്നില്ല. ഓക്കെ, അടുത്ത വരുന്ന ഒരു ലാവൻഡർ, ഡാർക്ക് ലാവൻഡർ. അപ്പോൾ നിങ്ങളിത് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വരുമ്പോൾ. അല്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഫോട്ടോ അയച്ചുതരാം. അതിൽ നിന്ന് മാർക്ക് ചെയ്ത് അയക്കണം. ഫോട്ടോ അയക്കുന്ന കൂടെ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കണം എത്ര മീറ്റർ ആണെന്നുള്ളത് കേട്ടോ. അത് മറക്കരുത്. ചിലർ അറിയാഞ്ഞിട്ടാണ് ഫോട്ടോ ഇട്ടിട്ട് കുറേ ഫോട്ടോ ഇടും, എന്നിട്ട് എല്ലാത്തിൻ്റെ അടിയിൽ വോയിസ് ഇടും. അങ്ങനെ ഇടരുത് കേട്ടോ.
പ്ലീസ് നിങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് തന്നേക്കണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ വോയിസ് കേൾക്കാൻ ഇഷ്ടമില്ലാണ്ട് പറഞ്ഞല്ല. വോയിസ് കേട്ട് കഴിഞ്ഞ് നമ്മൾ എല്ലാ ഓർഡർ ഇത്ര മീറ്റർ കഴിഞ്ഞ് ലാസ്റ്റ് ഓർഡർ എടുത്ത് പിന്നെ അന്നേരം തന്നെ കട്ട് ചെയ്യാൻ എടുക്കില്ല. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ വോയിസുകളും കേട്ടോണ്ടിരിക്കണം, അതിൻ്റെ മീറ്റർ അതിൻ്റെ അളവ് ഇടാന്ന്. അപ്പോൾ ടൈം ഒരുപാട് വേസ്റ്റ്. അതുകൊണ്ടാണ് ടൈപ്പ് ചെയ്ത് അയക്കാൻ പറയുന്നത് കേട്ടോ. ഇതാ അടുത്ത ഒരു എന്താ പറയുന്നത്, ഒരു ചോക്ലേറ്റ് കളറായിട്ടൊക്കെ വരും. ഇതാ ചോക്ലേറ്റ് കളർ, ആഷ് കളറായിട്ടൊക്കെ ചിലപ്പോൾ വീഡിയോയിൽ തോന്നാം, ഒരു ചോക്ലേറ്റ് കളറാണ്. പിന്നെ വരുന്നത് ഒരു ലൈറ്റ് പീച്ച് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. ഇതാ അടുത്ത വരുന്ന ഒരു വൈറ്റ്, നല്ലൊരു മിൽക്കി വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് ആണെങ്കിൽ പോലും ട്രാൻസ്പെറൻ്റ് അല്ല, ലൈനിങ് ഒന്നും അത്ര നിർബന്ധമല്ല കേട്ടോ. അത്രയും കട്ടിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ബിന്ദു ബബിൾ 56-58 ഇഞ്ച് വിട്ടാണ്. പെർ മീറ്റർ 100 രൂപ മാത്രമേ വരുന്നുള്ളൂ. അടുത്ത വരുന്നൊരു ബ്ലാക്ക്, ഇതാ നല്ല ബ്ലാക്ക് ആണ് കേട്ടോ, നല്ല ബ്ലാക്ക് ആണ്. ഓക്കെ, അടുത്ത വരുന്ന ലൈറ്റ് പിസ്താ ഗ്രീൻ, വളരെ ലൈറ്റ് ഒരു പിസ്താ ഗ്രീൻ ആണ് കേട്ടോ കളർ വരുന്നത്. ഓക്കെ, അടുത്ത വരുന്ന 2 കളർ ഒരുമിച്ച് കാണിക്കാം. ഒന്ന് മാംഗോ യെല്ലോ, ഒന്ന് ലെമൺ യെല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് ഓർഡർ ചെയ്യുമ്പോൾ. 2ആയിട്ട് കാണിച്ചാൽ 2 ഇതായി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. യെല്ലോ എന്ന് പറയുമ്പോൾ മാറിപ്പോവും. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് ചെയ്ത് അയക്കാൻ പറ്റും, ഏതാ വേണ്ടതെന്നുള്ളത്. ലെമൺ യെല്ലോ വേണോ, ഈ ഡാർക്ക് മാംഗോ യെല്ലോ വേണോ എന്നുള്ളത് കറക്റ്റായിട്ട് അയക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ള് ബിന്ദു ബബിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. 56-58 ഇഞ്ച് വിട്ടാണ് വരുന്നത്. റേറ്റ് 100 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റാണ് പറയുന്നത്. ഇതിന് ഒരാൾക്കും കൺഫ്യൂഷൻ വേണ്ട, ഇത്ര റേറ്റ് കുറച്ച് ബൾക്കായിട്ട് എടുക്കണമെന്ന്. നല്ല ക്വാളിറ്റിയുള്ള ബിന്ദു ബബിളാണ് കേട്ടോ. 1 കിലോയിൽ ഒരു 6 മീറ്റർ 7 മീറ്റർ ഒക്കെ പോകത്തുള്ളൂ. കിലോയുടെ വെയിറ്റിംഗ് ചാർജ് ഞാൻ പറഞ്ഞ ഷിപ്പിംഗ് ചാർജ് പറഞ്ഞ DTDC 50 രൂപ ഓൾ കേരള. ഇന്ത്യൻ പോസ്റ്റ് ആണ്, ഇന്ത്യയിലേക്ക് എവിടേക്ക് വേണമെങ്കിലും അയക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ മതി. നിങ്ങൾ ആരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എവിടെയെങ്കിലും ഇരുന്നിട്ട് നിങ്ങൾ വാട്സാപ്പിൽ രണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും, വാട്സാപ്പ് നമ്പർ. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക. ഓക്കെ, പിന്നെ അഡ്രസ്സ് അയക്കുമ്പോൾ കറക്റ്റായിട്ട് അഡ്രസ്സ് അയക്കണം. ഫുൾ അഡ്രസ്സ് വേണം കേട്ടോ. പിൻകോഡ്, കോൺടാക്ട് നമ്പർ, പേര് എല്ലാം അടക്കം കറക്റ്റായിട്ട് അഡ്രസ്സ് അയക്കുക. DTDC ആകുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു ദിവസം പിറ്റേ ദിവസമൊക്കെ കിട്ടാറുണ്ട് കൂടുതലുണ്ട്. പോസ്റ്റ് ആകുമ്പോൾ ലേറ്റ് ആകും. പിന്നെ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ പോയി മേടിക്കേണ്ടി വരും. DTDC ആകുമ്പോൾ അവരൊരു 1.5-2 കിലോമീറ്റർ ഉള്ളിലൊക്കെ ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ആരും മറക്കണ്ട, മെയ് 1-ാം തീയതി ഷോപ്പ് മുടക്കാണ് കേട്ടോ, വ്യാഴാഴ്ച ദിവസം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ മുടക്കമൊക്കെ പറഞ്ഞിരുന്നാലും വീഡിയോ കാണാൻ പറ്റാത്തവർ ഇതെന്തോ സ്കിപ്പ് ചെയ്ത് ആയിരിക്കാം, ഷോപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനിയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് മെയ് 1-ാം തീയതി അവധിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.